എടാ ചന്ദ്ര, നീ വോട്ടിടാൻ പോണില്ലേ? വേറെ പണിയില്ല. നീ ഒന്ന് കുത്തിക്കൊടു, അവർക്ക് വോട്ട് ഇട്ട് കൊടുത്താലും മതി. ആ സമയം ഉണ്ടെങ്കിൽ ഞാൻ 2 വാഴ വയ്ക്കുമായിരുന്നു. വാഴ അങ്ങോട്ട്. നീ വാഴ വയ്ക്കണ കഥയൊക്കെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. എനിക്ക് നിൽക്കാൻ സമയമില്ല, ഞാൻ പോണ്. അമ്മാവാ, രാവിലെ വോട്ടിടാനായിരിക്കും. നിനക്ക് വേറെ പണിയില്ലടാ വയസ്സുകാലത്ത് ഇങ്ങനെ കൊണ്ട് വോട്ടിടാൻ പോകാൻ. അല്ല, നിങ്ങൾക്ക് ഇത്രയും വർഷം വോട്ടിട്ടിട്ട് പോയി തീർന്നില്ലേ? കഴിഞ്ഞ 5 വർഷം കിട്ടിയതൊന്നും പോരെ നിങ്ങൾക്ക്? കഷ്ടം. വയസ്സുകാലത്ത് വല്ലയിടത്തും വീണ് കിടന്നാലേ ഈ രാഷ്ട്രീയ കാലമൊന്നും കാണൂല. വീട്ടുകാർക്ക് നിങ്ങളില്ലാതാവും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് കാര്യം ചെയ്യും, പലയിടത്തും വീണ് ചാവാതെ വീട്ടിൽ പോയിരിക്കും. കൊണ്ട് കുത്തി കൊടുത്താൽ മതി. ഇപ്പം നിങ്ങൾക്ക് എടുത്ത് വെച്ച് തരും. വേറെ ആരില്ല. എൻ്റെ ചന്ദ്ര, എനിക്കെന്തെങ്കിലും കിട്ടുമെന്ന് കരുതിയല്ല ഞാൻ വോട്ടിടാൻ പോകുന്നത്. വോട്ടവകാശം എന്ന് പറയുന്നത് എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെയും അവകാശമാണ്. ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. ഒരു പൗരനെന്ന നിലയിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഈ വോട്ടവകാശം. എത്രയോ മഹത് വ്യക്തികൾ കഷ്ടപ്പെട്ടാണ് നമുക്ക് ഈ അവകാശം നേടുന്നത്. ആ അവകാശം നമ്മൾ രേഖപ്പെടുത്തിയില്ലെങ്കിൽ അത് നമ്മുടെ നാടിനോട് കാണിക്കുന്ന അനാദരവാണ്. നമുക്ക് രാഷ്ട്രീയ പാർട്ടികളോട് എതിർപ്പുണ്ടാവും, ഭരണകർത്താക്കളോട് എതിർപ്പുണ്ടാവും. അത് രേഖപ്പെടുത്താൻ മറ്റെന്തെല്ലാം മാർഗമുണ്ട്. അതിനാണ് നോട്ട് എന്ന സംവിധാനം. നിനക്ക് അത്ര എതിർപ്പാണെങ്കിൽ നീ പോയി നോട്ടൊക്കെ വോട്ട് ചെയ്യണം. ഞാൻ മരിക്കുന്നത് വരെ എൻ്റെ വോട്ടവകാശം കൃത്യമായി രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. നീ ഒരു ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കണമെങ്കിൽ നീ പോയി നിന്റെ അവകാശം രേഖപ്പെടുത്തും. വാടാ മക്കളെ.